ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ 7 ദിവസമായിട്ട് ടൂറിലായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളെല്ലാം പോയി നല്ല രീതിയിൽ തന്നെ പോയിട്ട് വരാൻ സാധിച്ചു. എല്ലാവരും പോയി കാണേണ്ട ഒരു കാഴ്ചയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത് ഏത് പ്രായത്തിലും സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു ഞങ്ങൾ ആദ്യം പോയത് ചോറ്റാനിക്കരമ്മയെ തൊഴുതു. വീഡിയോ കോച്ച് വണ്ടിയായിരുന്നു. 40 പേരോളം അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പം ആ ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ തന്നെ യാത്ര ചെയ്തു. സന്തോഷത്തോടെ തന്നെ പോയി, സന്തോഷത്തോടെ തന്നെ തിരിച്ചു വന്നു. അതിൻ്റെ ഇടയിൽ ചെറിയ പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ടായി. എല്ലാ സാധനവും ക്ഷമിച്ച് എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് വന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയി തൊഴുതത് ചോറ്റാനിക്കരമ്മയാണ്. അമ്മയെ തൊഴുതിട്ട് അമ്മയുടെ എല്ലാ അനുവാദത്തോടും കൂടി തന്നെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് യാത്ര തിരിച്ചു. വണ്ടിയിലാണെങ്കിലും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ തൃശ്ശൂർ പൂരം നടന്ന ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എല്ലാവരും കൂടി കയറി അവിടെ അമ്പലത്തിൽ തൊഴുതു. അതിനുശേഷം ഞങ്ങൾ പോയത് പഴനിയിലേക്കായിരുന്നു. അപ്പോൾ വൈകുന്നേരം തന്നെ പഴനിയുടെ അടിവാരത്തിലെത്തി. ഞങ്ങൾ റൂമൊക്കെ എടുത്ത് എല്ലാവരും കുളിച്ച് റെഡിയായി വീണ്ടും പഴനിമല കയറി. അങ്ങനെ പഴനിമല കയറി എല്ലാവരും നടന്ന് എല്ലാ സാധനങ്ങളൊക്കെ കുറച്ച് മാമ്പഴവും പേരയ്ക്കയൊക്കെ മേടിച്ചു അടിച്ചു പൊളിച്ച് അങ്ങനെ പോന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് പഴനിയിൽ നിന്ന് ഞങ്ങളൊരു ഉച്ചയായപ്പോൾ യാത്ര തിരിച്ചു. അപ്പോൾ അതിനിടയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കി കഴിച്ച് നല്ല രീതിയിൽ തന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് കുളിച്ച് റെഡിയായി ഞങ്ങൾ പോന്നു. പിന്നെ ഞങ്ങൾ പോയത് പഴനിയിൽ നിന്ന് നേരെ വലിയൊരു അമ്പലമാണ് ശ്രീകണ്ഠേശ്വര ടെമ്പിള്. അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ പാലസ് 2 കണ്ടു. പിന്നെ രവിവർമ്മ ചിത്രങ്ങൾ വരച്ച ഒരു ആർട്ട് ഗാലറി കണ്ടു. പിന്നെ മൈസൂർ പോയപ്പോൾ 2-3 ടിപ്പു സുൽത്താൻ്റെ പാലസ്, ഡെത്ത് പ്ലേസ്, അതുപോലെ ഡെത്ത് പ്ലേസ് കണ്ടു, ബർത്ത് പ്ലേസ് കണ്ടു. അതുപോലെ ഭാര്യയെയും തൻ്റെ സ്വന്തം മകനെയും അടക്കം ചെയ്ത സ്ഥലം കണ്ടു. അതുപോലെ ടിപ്പു സുൽത്താൻ്റെ ബർത്ത് പ്ലേസ് കണ്ടു. പിന്നീട് ഞങ്ങൾ പോയത് അങ്ങനെ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടു. കാഴ്ച ബംഗ്ലാവ്, ഈ സാധനങ്ങളെല്ലാം കണ്ടു. അങ്ങനെ പക്ഷിമൃഗാദികളെല്ലാം കണ്ട് സംതൃപ്തരായി പോയതിന് ശേഷം മുരുടേശ്വര ടെമ്പിള്, കുതിരോളിയിലെ കാഴ്ചയൊക്കെ കാണേണ്ട ടെമ്പിളുകളാണ്. വളരെയധികം ഭംഗിയുള്ള നല്ല കൊത്തുപണികളോട് കൂടിയ ഇതാണ്. അപ്പം മുരുടേശ്വരത്ത് പോയപ്പോഴാണ് ബീച്ചിലിറങ്ങി. ബീച്ചിൽ നിന്ന് കാഴ്ചകളെന്ന് പറഞ്ഞാൽ ബീച്ചിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം വ്യൂ ആണ്. അതായത് ശിവൻ വൈക്കത്തപ്പൻ്റെ അല്ലെങ്കിൽ ശിവഭഗവാന്റെ ഗംഗയെ തലയിൽ എണ്ണി നിൽക്കുന്ന വലിയൊരു ഇത്. അതുപോലെ കുതിരോളി ടെമ്പിള് ഫുള്ളായിട്ടും കാണാം. അങ്ങനെ ബീച്ചിലിറങ്ങി 2-2.5 മണിക്കൂർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഗുപ്തനെ കാണാം, ബുദ്ധൻ്റെ പ്രതിമ. അത് നമ്മുടെ നഗ്നനായി നിൽക്കുന്ന ബുദ്ധൻ്റെ പ്രതിമ. അത് വളരെ ഉയരത്തിൽ ഒറ്റ കൊല്ലിൽ കൊത്തിയിരിക്കുന്ന പ്രതിമയാണ്. ആ പ്രതിമയെ കണ്ടു. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ കാടാമ്പുഴയിലെത്തി തൊഴുതു. അതുകൂടാതെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതു. ചാമുണ്ടേശ്വരി ക്ഷേത്രം, ഇതെല്ലാം മൈസൂരുള്ള ഓരോ ക്ഷേത്രങ്ങളാണ്. അതുപോലെ നഞ്ചങ്കോട് ഒരു ശിവക്ഷേത്രമുണ്ട്, ശ്രീകണ്ഠേശ്വര ടെമ്പിള്. അവിടെ 2 ടെമ്പിളുണ്ട്, അവിടെ 2ഉം കണ്ടു. പിന്നീട് ഞങ്ങൾ പോയത് കാടാമ്പുഴ കണ്ടു. പിന്നെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ, കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണ്ട് തൊഴുത് ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇന്ന് വെളുപ്പിന് 4 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിച്ചേർന്നു. അപ്പോൾ ഞങ്ങളുടെ യാത്ര വളരെ എല്ലാ ദിവസവും ഭക്ഷണം വെറൈറ്റി ഫുഡെല്ലാം ഉണ്ടാക്കി തന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ടൂറ് പോകണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം. അതുപോലെ പിന്നീട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ നമ്മൾ ടൂർ പ്രോഗ്രാമിലെല്ലാം പോകണം. കാരണം നമ്മുടെ മനസ്സിന് സന്തോഷവും അതുപോലെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. വീഡിയോയിൽ നല്ല ഫിലിം കണ്ടു. എല്ലാം സുഖമായിരുന്നു ഗൈസ്.
അപ്പം ഞാൻ വീഡിയോ ഇടുന്നത് മിക്കവാറും എൻ്റെ മുരുഡേശ്വര ടെമ്പിളും കുതിരോളി ടെമ്പിളും ഒക്കെയാണ്. നിങ്ങളതെല്ലാം കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗായ്സ്, ബൈ.